ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൺഡേ റീസെറ്റ് ആയിട്ടാണേ. കുറേ ദിവസമായി ഓരോ തിരക്കിൽ പെട്ടിട്ട് വീടൊന്നും മര്യാദയ്ക്ക് നോക്കാനേ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ആദ്യം മുതലേ തുടങ്ങണം. ബെഡ്ഷീറ്റ് മാറ്റലും പുതപ്പ് തിരുമ്പലും എല്ലാം കൂടി ഭയങ്കര പണിയുള്ള ദിവസമായിരുന്നു ഇന്ന്. എൻ്റെ അടുത്ത് എൻ്റെ ഉമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. വീട്ടിൽ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ ആൾക്കാർ കയറി വരുമ്പോൾ പറയിപ്പിക്കരുത് എന്ന്. സത്യം പറഞ്ഞത്. കാരണം നമ്മളാണെങ്കിലും നമ്മൾ വേറൊരാളുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ വൃത്തിയില്ലെങ്കിൽ നമ്മളും അവരെ പറ്റിയിട്ട് കുറ്റം പറയും അല്ലേ? ഡെയിലി എടുത്താൽ തീരാവുന്ന പണിയെ നമ്മൾ ഓരോ വീട്ടിലും കാണും. പക്ഷെ പറഞ്ഞിട്ടെന്താ, നമ്മുടെ മടി അതിനൊന്നും സമ്മതിക്കൂല. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വൃത്തിയാക്കി ഒരുക്കി വെച്ചിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് അതാരെങ്കിലും വന്ന് വലിച്ചിടുന്ന സമയം. ഓഹ്, പറയണ്ട. ഇത് എൻ്റെ മാത്രം ദേഷ്യമായിരിക്കില്ല, മിക്ക വീട്ടിലും ഇത് തന്നെയായിരിക്കും എല്ലാ പെണ്ണുങ്ങളുടെയും അവസ്ഥ. പക്ഷെ എന്നോടുള്ള പേടി കാരണം 2-3 ദിവസത്തേക്ക് ഇവിടെ എല്ലാം പ്രോപ്പറായിരിക്കും. എന്നാലും ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല. ഒരു ഫ്ലാറ്റ് വൃത്തിയാക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് ഒരു വീടൊക്കെ വൃത്തിയാക്കുക? ഓ, അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു പേടിയാണ്. എനിക്കുള്ളൊരു സൂക്കേടെന്ന് വെച്ചാൽ, ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, എല്ലാം നീറ്റല്ലേ, എല്ലാം നീറ്റല്ലേ. എനിക്കറിയാം എല്ലാം നീറ്റാന്ന്, പക്ഷെ എന്നാലും അതൊരു കാണുമ്പോൾ ഒരു സുഖമാണ് ഗൈസ്. അങ്ങനെ അടുത്ത റൂം ക്ലീനാക്കാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് തുണികൾ മടക്കിയിടാനും ഇസ്തിരി ഇടാനും എല്ലാം ഉണ്ടേനു. ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ട് അതിലോട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ച്. ഈ ഒരു പച്ച റാക്ക് മക്കളുടെ ഷെൽഫായിരുന്നേ, പക്ഷെ ഞാനത് വേറെ കുറേ ഐറ്റംസ് വെക്കാനുള്ള ഷെൽഫാക്കി മാറ്റി. അതായത് മെഡിസിൻസ്, മക്കളുടെ സർട്ടിഫിക്കറ്റ്സ്, ഫോട്ടോസ്, ബുക്സ്, മാഗസീൻസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഞാനതല്ല ആലോചിക്കുന്നത്. ഞാൻ ഈ ഒരു ദിവസം മുഴുവൻ എടുത്തിട്ടാണ് ഇതൊക്കെ അടക്കി പെറുക്കി വെച്ചത്. പക്ഷേ വീഡിയോയിൽ ആകെ 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. എന്താ അല്ലേ? എൻ്റെ ഒരു വൃത്തിയാക്കലിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ പാർട്ടായിട്ടാണ് ഞാൻ വൃത്തിയാക്കുന്നത്. അപ്പോൾ വേഗം കഴിയുന്ന പോലെ എനിക്ക് തോന്നും. എനിക്കിതാ എളുപ്പം. പക്ഷെ നിങ്ങൾക്കിങ്ങനെ ആവണമെന്നില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എൻ്റെ ഒരു ദിവസത്തെ മേക്കപ്പ് വർക്ക് കഴിഞ്ഞ് വന്നാൽ കൊണ്ടുപോയ മേക്കപ്പ് കിറ്റൊക്കെ എടുത്തു വെക്കാനും ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ ഒരു എഫേർട്സ് ഒന്നും ആരും കാണൂല. നിങ്ങൾക്കെന്തിനാ ഇത്ര ചാർജ്? ഒരു ഫൗണ്ടേഷനും പൗഡറും ഇടുന്നതിനാണോ ഇത്ര ചാർജ് നിങ്ങൾ വാങ്ങിക്കുന്നത്? പിന്നെ ഒരു ഹൈലൈറ്റ് ചോദ്യമുണ്ട്. നിങ്ങൾ ട്രെയിനിലും ബസ്സിലും അല്ലേ കയറി വരുന്നത്? അപ്പോൾ എന്തിനാ ഇത്ര ട്രാവൽ ചാർജ് വാങ്ങിക്കുന്നത്? അങ്ങനെ കരുതുന്നവരോട് ഇത്രയധികം, അതായത് ഒരു പെട്ടി മുഴുവൻ മേക്കപ്പ് പ്രൊഡക്ട്സ്, ഒരു ബാഗ് മൊത്തം ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ്, ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ലൈറ്റിംഗ് കിറ്റും, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ട്രെയിനും ബസ്സും എല്ലാം കയറി വരുന്നത്. ചിലപ്പോൾ അത് ഓടിക്കയറേണ്ടിയും വരും. ഇത്രയധികം വെയിറ്റുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഈ ട്രെയിനിലും ബസ്സിലും കയറി വരുമ്പോൾ നിങ്ങൾക്കത് പൈസ
കൂടുതലാണ് വാങ്ങിക്കുന്നത്. നമുക്കിത് എന്താ പറയുക, ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കാറിലൊക്കെ വരാനറിയാം. അപ്പോൾ ഈ പറയുന്ന ഇരട്ടി ട്രാവൽ ചാർജ് നിങ്ങൾ തരേണ്ടി വരും. അതൊക്കെ പോട്ടെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കൂടി ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.